അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ല എന്നാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൊസറല്ല ചീസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലെപ്പോഴും കാണുന്നവരും 2 ചേരുവകൾ മാത്രം മതി നമുക്ക് ഈ ഒരു സൂപ്പറായിട്ടുള്ള ചീസ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഗീവ് അവേയുടെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതും പ്രസ് ചെയ്തിട്ട് ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പാലെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ചീസ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി പാലിൽ കട്ടി കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കുറുക്കി എടുത്തിട്ട് തണുത്തതിന് ശേഷം ചേർത്താലും മതി. ഇനി നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് ചൂടാക്കുകയോ തിളപ്പിക്കുകയോ ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അപ്പോൾ ചൂടായി ഒന്ന് വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഒരു 1/4 കപ്പും പിന്നെ ഒരു 1 ടേബിൾ സ്പൂണും കൂടെ അളവിൽ വിനീഗർ ചേർത്ത് കൊടുക്കാം, അതായത് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കരുത്, ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റെപ്പെല്ലാം കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ മൊസറല്ല ചീസ് നല്ല രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പാൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചൂടാവാൻ നിൽക്കരുത്, കാരണം ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ചീസ് നേരെ പനീർ എന്നുള്ള രീതിയിലായിരിക്കും മാറിപ്പോകുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു 30-40 സെക്കൻഡോട് തന്നെ നമുക്ക് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ചീസ് വിട്ട് കിട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ കറക്റ്റ് സമയത്ത് വിനാഗിരി ചേർത്തുകൊണ്ട് തന്നെ നല്ലപോലെ ചീസ് വലിഞ്ഞ് വരുന്നുണ്ട് ഇപ്പോൾ തന്നെ. ഇനി നമുക്ക് ഒന്ന് അരിപ്പയിലോ എങ്ങനെയെങ്കിലും ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇതെടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം, കാരണം വിനാഗിരി ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പുളി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാം. അതിനുശേഷം ചൂടെല്ലാം ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും, ഒരുപാട് തണുക്കാൻ വെക്കേണ്ട, ചൂടെല്ലാം ഒന്ന് മാറി തുടങ്ങുമ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മളിങ്ങനെ പിഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ലതുപോലെ ആദ്യത്തെ പ്രാവശ്യം പിഴിയുമ്പോൾ നല്ലതുപോലെ തന്നെ പിഴിഞ്ഞെടുക്കുക. അതായത് അതിൻ്റെ ആ ഒരു വിനാഗിരിയുടെ ആ ഒരു പുളിരസം എല്ലാം ഒരുവിധം നമ്മൾ പിഴിയുമ്പോൾ പോയി കിട്ടും. അതിനുശേഷം നമുക്ക് ആ ബാക്കിയൊന്ന് വെള്ളം ഉണ്ടല്ലോ അത് കളയണ്ട. ഇതിലോട്ട് കുറച്ചൊരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം ആ ഒരു വെള്ളത്തിന് ചൂടുണ്ട്. അപ്പോൾ ചൂടുണ്ടെങ്കിൽ മാത്രം ഇനി ബാക്കിയുള്ളത് ചെയ്യുക. ഇല്ല അതിൽ ചൂട് പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചില്ല ആ ഒരു ചീസിൻ്റെ ബോൾ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് ഈ ഒരു ചീസിന് ആ ഒരു ഉപ്പ് രസം കിട്ടാൻ വേണ്ടിയിട്ടും, പിന്നെ ഈ മൊസറല്ല ചീസാകുമ്പോൾ ഒന്ന് വലിഞ്ഞ് കിട്ടുമല്ലോ നമുക്ക് ഈ പിസയിലൊക്കെ ചെയ്യുമ്പോൾ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി നമുക്കിതുപോലെ നമുക്ക് എടുക്കാം. എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് ഇതേ വെള്ളത്തിൽ തന്നെ ഇട്ട് ഒരു സെക്കൻഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇതുപോലെ ഏകദേശം ഒരു 5 പ്രാവശ്യം ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു 4-5 പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചീസ് നല്ലതുപോലെ വലിഞ്ഞ് കിട്ടും. അതായത് ചൂടടിക്കുമ്പോഴത്തേക്ക് നല്ല ചീസി ആയിട്ട് തന്നെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഒരു ചീസിൻ്റെ ഒരു വലിവ് ഉണ്ടാവുമല്ലോ, അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അടുപ്പിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ 4-5 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഞാൻ ആ ചീസ് ഒന്ന് വലിച്ച് കാണിക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇങ്ങനെ പിടിക്കുമ്പോൾ പോലും നല്ലതുപോലെ അത് വലിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമ്മുടെ ആ ഒരു ചീസ് ബോൾ നല്ല തണുത്ത വെള്ളത്തിൽ ഐസ് വാട്ടറിലോട്ട് ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കാം. അപ്പം ഇതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന ആ ഒരു വിനാഗിരിയുടെ പുളിരസവും ഉപ്പും കംപ്ലീറ്റ് ആയിട്ട് മാറാനായിട്ടാണ്. ഇനി ഇതുപോലെ 1-2 പ്രാവശ്യം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് മൊത്തത്തിൽ നമ്മളൊരു 4 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറക്റ്റ് ചീസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെറ്റാക്കി കിട്ടാനായിട്ട് ഇതുപോലെ ഒരു റാപ്പ് വെച്ച് കവർ ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം 1 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സെറ്റിംഗ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൊസറല്ല ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചീസ് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എങ്ങനെയൊക്കെയാണോ ചീസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെയൊക്കെ യൂസ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതുമാത്രമല്ല, നമ്മുടെ ഗീവ് അവേയുടെ കാര്യവും കൂടെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യുക. പിന്നെ ഞാനിവിടെ ഒരു വീഡിയോയിൽ ലിങ്ക് പിൻ ചെയ്തിട്ടിട്ടുണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ. ആ ഒരു വീഡിയോയിൽ ചോക്ലേറ്റ് കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. February 15 നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ചീസ് ഗ്രേറ്റ് ചെയ്യില്ലേ, അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഞാൻ അടുപ്പിച്ച് കാണിക്കുന്നുണ്ട്. അത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. Stay at home, stay healthy. Thanks for watching. See you in another video. Assalamu alaikum.
അസ്സലാമു അലൈക്കും.